ഉദയസൂര്യന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഉറുമ്പൊക്കെ പോകുന്നവരുണ്ടല്ലോ, മനുഷ്യര് പോകുന്നതാണ്. അതേ വരുന്നത്. ഇന്നിപ്പോ ഇത്രയും തിരക്ക് കൂടാനുള്ള കാരണം എന്നാന്നറിയോ? ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങിയില്ല. ഒരാൾക്ക് 300 രൂപ എങ്കിലും ബോട്ടേ കയറാൻ പറ്റുള്ളൂ. 2-3 മിനിറ്റേ ഉള്ളായിരുന്നല്ലേ. ലേഡീസ് ഈ ഉടുപ്പില്ലേ, അതിട്ടോണ്ട് വരാതിരിക്കുകയായിരിക്കും നല്ലത്. നട്ടുച്ചയ്ക്ക് ഇതിനകത്ത് അല്ലേ, കപ്പലല്ല, പടുതാ കപ്പലാ കേട്ടോ. എന്നെ കാറ്റാന്ന് നോക്കിയോ. ഹായ്, ഹലോ എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി അല്ലേ, ഉദയം, കന്യാകുമാരിയിലെ ഉദയം. അതോടുകൂടി നമുക്ക് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതെ, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അങ്ങനെ നമ്മള് അല്ലേ ഉദയസൂര്യന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതിലേ നിറച്ച ആൾക്കാരാ കേട്ടോ. പിന്നെ ഉറുമ്പൊക്കെ പോകുന്നവരുണ്ടല്ലോ, മനുഷ്യര് പോകുന്നതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രത്യേക മനസ്സിന് നല്ല സുഖം അല്ലേ. അതെ 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 അതെ. അതേ വരുന്നു. നമ്മളെ പറ്റിച്ചില്ല, ചെറുതായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നതേ, ഈ സൂര്യൻ ഉദിക്കുമ്പോഴേ എല്ലായിടത്തും പ്രാർത്ഥന ഒരുപോലെ കേട്ടോ. അമ്പലത്തിലും പള്ളിയിലും എല്ലാം ഒരുപോലെ പ്രാർത്ഥന കേട്ടോ. അടിപൊളി. നമ്മള് ഈ പടത്തിലൊക്കെ വരച്ചു വെക്കുന്ന പോലെ അല്ലേ. എന്ത് രസം നോക്കി. ആ ഭാഗം മുഴുവൻ ചോന്നല്ലേ, സ്കൈ മുഴുവനേ നോക്കി. അതെ 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 അതെ. ഇപ്പൊ ഒരു ശാന്തത കേട്ടോ കടലിന്. രാവിലെ പതുക്കെ തിരമാല വീശുന്നെ അല്ലേ. കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇത് അങ്ങോട്ട് പൊങ്ങി. വിവേകാനന്ദ പാറ പോണ്ടവിടെ. പിന്നെ തൊട്ടപ്പുറത്ത് വള്ളുവര്. 8 മണിക്കാന്ന് തോന്നുന്നു ഫസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ടിക്കറ്റ് കൊടുക്കുന്നില്ല, അതോ ബോട്ടാണോ? ടിക്കറ്റ് കൊടുക്കുന്നു. 4 മണി വരെ ഉണ്ട്. അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ലായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോ നമുക്ക് വിവേകാനന്ദ പാറയ്ക്ക് പോവാം അല്ലേ. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കുന്നിടത്തോട്ട് പോവാം. പെട്ടു ഗൈസ്, ഈ കാണുന്ന ക്യൂവ് വിവേകാനന്ദ പാറയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷയില്ലാത്ത ക്യൂവാ. അയ്യോ, ഞങ്ങള് ഒരു 10 മിനിറ്റ് ആയി ഇപ്പൊ ഈ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇവിടം വരെ ആയതുള്ളൂ. ഇനിയിപ്പോ ആ കാണുന്ന ആ പില്ലറിന്റെ അപ്പുറത്തുനിന്ന് ലെഫ്റ്റിലോട്ട് താഴോട്ടും പോകണം. ഇന്നിപ്പോ ഇത്രയും തിരക്ക് കൂടാനുള്ള കാരണം എന്നാന്നറിയോ? ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങിയില്ല അല്ലേ. അതിന് കഴിഞ്ഞാൽ വേലിയിറക്കമായിരുന്നു. അത് കഴിഞ്ഞ് 10-11 മണിയായി ഇത് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആക്കിയപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിങ് തുടങ്ങിയത്. അതാണ് ഇത്രയും തിരക്ക് വന്നേക്കുന്നത്. അത് കണ്ടോ, എന്നാ തിരക്കാന്ന് നോക്കി. എന്നിട്ട് ഞങ്ങള് രാവിലെ ഒരു 8:30 ആയപ്പോൾ വന്ന് നിന്നിട്ട് ഇത്രയും തിരക്ക് കണ്ടേച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. 12 മണിയായപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് അല്ലേ പോലും ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിപ്പോ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറിന് മേളിലായി. ഇവിടം വരെ ആയതേ ഉള്ളൂ. ആ മോളിൽ നിന്ന് രാവിലെ കാണിച്ചില്ലേ, അവിടം തൊട്ടുള്ള ക്യൂ ആയത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് ഈ അവധി ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. അതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും കറങ്ങി ഇങ്ങനെ പോകണം. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങേയറ്റത്തെ ക്യൂ ചെന്ന് കഴിയുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഇതിനകത്തൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് 300 രൂപയുടെ കേട്ടോ. ഇപ്പം നമ്മളെടുത്തേക്കുന്നത് നോർമലാണ്, 75 രൂപ. പിന്നെ VIP ഉണ്ട്, VIP ടിക്കറ്റ് ഉണ്ട്, അത് ഒരാൾക്ക് 300 രൂപ. ഇതേ ആ കിടക്കുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജെൻസിനൊരു ക്യൂ, ലേഡീസിനൊരു ക്യൂ. ഇനി അവിടെ ചെന്നിട്ട് ലൈഫ് ജാക്കറ്റ് ഇടണം, എങ്കിലേ ബോട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തു. പിന്നെ നേരെ വിവേകാനന്ദ പാറയ്ക്ക്. ചിങ്കുവിനെല്ലാം ഭാഗ്യം കൊണ്ട് സൈഡ് കിട്ടിയല്ലോ ചിങ്കു. സൈഡ് സീറ്റ് കിട്ടി. അതെ, ആഹാ, അടിപൊളിയാട്ടോ, സൂപ്പർ. ഇതുപോലത്തെ 3 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്.
ഒരു ബോട്ടേല് 150 പേരെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കും. രാവിലെ വേലി ഇറക്കമായിരുന്നു. ഇപ്പം വെള്ളം എന്നാലും അത്ര വലിയ വെള്ളം ആയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ വന്ന് കണ്ടതിലും വെള്ളം ഇച്ചിരി കുറവാണ്. ബോട്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഇത് അങ്ങോട്ട് തിരിച്ചു പോകുന്ന ബോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മള് ഈ ബോട്ടിന് വന്ന് ഇവിടെ ഇറങ്ങി അല്ലേ. എന്നാ ഒരു 2-3 മിനിറ്റേ ഉള്ളായിരുന്നല്ലേ? 2-3 മിനിറ്റേ ഉള്ളായിരുന്നല്ലേ? അതെ, അവിടുന്ന് കേട്ടോ നമ്മൾ വന്നേ. അതുകൊണ്ട് ആ ബോട്ട് ഇല്ലേ, അവിടുന്നാ വന്നേ. ഇത് തിരിച്ചങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരുടെ ക്യൂ ആയത്. ഇവിടെ കയറി കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 30 രൂപ ടിക്കറ്റ് എടുത്തു. ഈ പോയവരൊക്കെ എല്ലാരും ടിക്കറ്റ് എടുത്തവരാണോ? ഒരു പിടിയില്ല കേട്ടോ. പിന്നെ കാട്ടല്ലേ. ആഹാ, അടിപൊളി. ആ പിന്നെ ലേഡീസ് ഈ ഉടുപ്പില്ലേ അത് ഇട്ടോണ്ട് വരാതിരിക്കായിരിക്കും നല്ലത്. പിള്ളേരാണേലും ആണല്ലേ. അങ്ങനെ വല്ല ഇൻസിഡന്റ് നടന്നോ? ചിലരൊക്കെ പോകുന്ന കാണുമ്പോഴത്തേക്കും അങ്ങനെ തോന്നുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാവും. കണ്ണാടി മസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. തൊപ്പി ഉണ്ടെങ്കിൽ തൊപ്പിയും കൊണ്ടുവരിക. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണാടി വെച്ചേക്കുന്നോണ്ട് അവിടെ നിൽക്കാൻ പറ്റണം. അതെ, കാറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ പറത്തിക്കൊണ്ട് ടൈപ്പ് കാറ്റാട്ടോ. വാവ്, നോക്കിക്കേ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ആൾക്കാരെല്ലാം ഈ തിക്കും തിരക്കും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. കയറി വന്നു കഴിയുമ്പം ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഫ്രീ ആണേ. നമ്മൾ ചെരുപ്പ് അവിടെ വെച്ചു. ഇതേ ഇവിടെയൊക്കെ ചെരുപ്പ് ഇങ്ങനെ ഊരിയിടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ടോക്കണോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ വെക്കുന്ന ആ റാക്കിന്റെ നമ്പർ പറയും. ആ നമ്പർ അനുസരിച്ച് തിരിച്ചു വരുമ്പോൾ ആ നമ്പർ പറഞ്ഞു കഴിയുമ്പോൾ ചെരുപ്പ് എടുത്ത് തരും. ഞാനുണ്ട്. ഇതേ കൂടെ നടന്ന ചൂടില്ല കേട്ടോ. അടിപൊളി അല്ലേ. ഈ വെള്ള അടിച്ചേക്കുന്നതിലെ നടന്നാലേ ഒട്ടും ചൂടില്ല. എന്ന് പറഞ്ഞാൽ ഒട്ടും ചൂടില്ല. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അമ്പലത്തിന് താഴെയായിട്ട് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാവേ. ഓക്കെ ആണോ. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പറ്റത്തില്ല എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കന്യാകുമാരി അമ്മയുടെ കാൽപാദമാണ് കേട്ടോ ഈ അമ്പലത്തിനകത്ത് അല്ലേ. അകത്ത് ഫോട്ടോ ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. ഇന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, ശ്രീപാദ മണ്ഡപം. ഇതാണ് കേട്ടോ വിവേകാനന്ദ സ്വാമി തപസ്സിരുന്ന സ്ഥലം. എന്നാ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ല. അപ്പൊ എന്നാലും നമുക്ക് ഇതിനകത്ത് കയറാം. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇതിന് അകത്ത് കയറി കണ്ടു കേട്ടോ. തൊഴുതു അല്ലേ. കന്യാകുമാരി അമ്മയുടെ ഒരു കാൽപാദം അല്ലേ. ആ, വലിയ കാൽപാദം. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ പുറത്ത് ഈ നട്ടുച്ചയ്ക്ക് നല്ല വെയിലാ. ആ വെള്ളം അടിച്ചേക്കട് നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ശകലം ചൂട് കുറവുള്ളത്. ശരിക്കും ചൂട് കുറവാ. അതെ. പക്ഷെ ഇതിനകത്ത് കേറിയിട്ടേ AC തോറ്റു പോകുന്നു അല്ലേ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. കാറ്റ് ഈ ഒരു രസം അറിയാം. ഈ വെയിലത്താന്ന് ഓർക്കണേ. കല്ലിന്റെ ഒരു പ്രത്യേകതയല്ലേ ഇത്. അതെ. പിന്നെ പാറക്കല്ല് പോലെ പാറക്കല്ല് ചവിട്ടിയ പാടാന്ന് തോന്നല്ലേ. അങ്ങനെയാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇങ്ങനെ വന്നിരുന്ന ഒരു പ്രത്യേക സമാധാനമാണ്. അതെ. നമ്മള് കൊറേ കാലം നേരത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മറന്നു പോകും. സത്യമാ കേട്ടോ. പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഇത്ര നേരം ഇരിക്കാവുള്ളൂ അങ്ങനൊന്നും ഇല്ല കേട്ടോ.
അപ്പ് ആൻഡ് ഡൗൺ ആണ് ടിക്കറ്റ് 75 രൂപ. 4 മണിയാകുമ്പോ വരെ 4 മണിയാകുമ്പോ വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ഉണ്ട്. എപ്പോഴാണ് ലാസ്റ്റ് ഇറക്കുന്നതെന്ന് അറിയില്ല. അതെ, ആ 4 മണി വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബോട്ട് വന്നു കഴിയുമ്പോൾ പോവാം. ലാസ്റ്റ് ബോട്ടിൽ അതുപോലെ തിരക്കാണെങ്കിൽ പണി പാളും. അപ്പൊ അങ്ങനെ എത്ര നേരം വേണം. കുടികളൊക്കെ ഉണ്ട്. നമ്മൾ കയറി ഒന്ന് കാണിച്ചായിരുന്നല്ലോ, ഡ്രിങ്കിങ് വാട്ടർ കാണിച്ചായിരുന്നു. അപ്പൊ നമുക്കെന്നാ മുകളിലോട്ടൊന്ന് പോയാലോ? അതൊന്നും കയറി കണ്ടാലോ? അതിനകത്തും ഫോട്ടോഗ്രാഫി സമ്മതിക്കല. അപ്പൊ നമുക്ക് വെളിയിലത്തെ അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. മുകളിലോട്ട് കയറി പോവാം. ഈ വൈറ്റ് അടിച്ചേക്കുന്ന നടന്ന തണുപ്പാ കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ചൂടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് വിവേകാനന്ദ മണ്ഡപം. കണ്ടോ? നീ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാമേ. അത് വള്ളുവരുടെ പ്രതിമ കണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറി വന്നത്. കന്യാകുമാരി അമ്മയുടെ പാദം വെച്ചേക്കുന്നതിൻ്റെ അവിടെ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ ബോട്ട് കയറി വന്നത്. ഈ കാണുന്നതാണ് കന്യാകുമാരി അമ്മ കോവിൽ എന്ന് പറയുന്നത്, ആ ക്ഷേത്രം. അതാണ് പള്ളി. ഓ, എന്നാ വ്യൂ അല്ലേ, നോക്കിക്കേ. അങ്ങനെ നമ്മള് വിവേകാനന്ദ സ്വാമി ധ്യാനത്തിന്റെ ഇരുന്ന് അല്ലെ, തപസ്സിരുന്ന് അവിടെ കയറി. 1892 അല്ലെ, 5, 26, 27 3 ദിവസം ഇവിടെ ധ്യാനത്തിൽ ഇരുന്നു എന്നാണ്, അങ്ങനെ കരുതുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, പാറപ്പുറത്ത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസറുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ആ ശ്രീരാമ പരമഹംസറുടെ അമ്മയുടെ ഒരു ഫോട്ടോയും അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് അതിനകത്തുള്ളത്. പിന്നെ സ്വാമി വിവേകാനന്ദന്റെ ഒരു വലിയൊരു ഒരു സ്റ്റാച്ചു ഉണ്ട്. ഒരു അടിപൊളിയാണ്. അതെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഇതൊരു ധ്യാന മണ്ഡപമാണ് കേട്ടോ. ഈ പുറകെ കാണുന്നത് ഒരു ധ്യാന മണ്ഡപമാണ്. അവിടെ അതിനകത്ത് നമ്മൾ അപ്പുറത്ത് കയറുമ്പോൾ തന്നെ മൊബൈൽ ഇതെല്ലാം നമ്മൾ സൈലന്റ് ആക്കണം, സൈലന്റ് ആയിരിക്കണം, എല്ലാവരും സൈലന്റ് ആയിരിക്കണം. ഇതിനകത്ത് ഭയങ്കര പ്രത്യേക ഒരു മൂടാകട്ടോ. ഒരു ഓം മാത്രം വെച്ചിട്ടുണ്ട്. ഓം അങ്ങനെ ഒരു അല്ലേ ഒരു സാധനം ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ട്. അത് സൗണ്ട് വളരെ കുറവാണ്. പക്ഷെ അതിനകത്ത് കേറിയിട്ടുണ്ടല്ലോ വേറൊരു മൂടല്ലേ, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അത് നമുക്ക് അതിനകത്ത് വേണേ ഒരു കുറച്ച് നേരം വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിള്ളേരെ ഇതിനകത്ത് കേട്ടത്തില്ല. ഇതിനകത്ത് ഈ ധ്യാന മണ്ഡപത്തിനകത്ത് പിള്ളേരെ കേട്ടത്തുമില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്കെന്നാ ഇവിടെ ഇറങ്ങിയാലോ? ഉഗ്ര കാറ്റ്, ഒരു രക്ഷയില്ല, കിടിലൻ. എന്റെ അമ്മ, എന്റെ തൊപ്പിയൊക്കെ പറന്ന് ഇറങ്ങി. എന്നെ കാറ്റാന്ന് നോക്കിയോ, അടിപൊളി. അപ്പൊ ഇത് ഇവിടെ വന്നപ്പോ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. മോട്ടർ വെച്ചല്ലേ ആ, മോട്ടറുണ്ട്. പണ്ടത്തെ പായ്ക്കപ്പലില്ലേ, അതിന് വേറെ ഇപ്പോഴത്തെ നീല പടുത കണ്ടോ. ഇത് പായ്ക്കപ്പലല്ല, പടുതാക്കപ്പലാ കേട്ടോ. അപ്പൊ നമ്മുടെ കന്യാകുമാരി യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. അതെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.